എട്ടാമത്തെ സാലഭഞ്ജിക പറഞ്ഞ കഥ രാജാമണി. അടുത്ത ദിവസം സിംഹാസനാരോഹണത്തിനുള്ള ഒരുക്കങ്ങൾ തയ്യാറായി. ഭോജരാജാവ് 7 പടികളും കടന്ന് 8ാമത്തേതിൽ കാൽവച്ചയുടനെ അവിടെ നിന്നിരുന്ന സാലഭഞ്ജിക കൈകൊട്ടിച്ചിരിക്കുകയും രാജാവിൻ്റെ ഉദ്യമത്തെ പരിഹസിക്കുകയും ചെയ്തു. ദേശദേശാന്തരങ്ങളിൽ വെന്നിക്കൊടി പറത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയെക്കുറിച്ച് അവൾ ഒരു കഥ പറയാൻ തുടങ്ങി. 4 മാസ ഭരണകാലം അവസാനിക്കാറായി. വിക്രമാദിത്യനും ഭട്ടിയും ഉജ്ജയിനിയിലെ ഭരണഭാരം സമർത്ഥനായ ഒരു മന്ത്രിയിൽ അർപ്പിച്ച ശേഷം 6 മാസത്തിന് പുറപ്പെട്ടു. 100 കണക്കിന് നാഴികകൾ പിന്നിട്ട ശേഷം അവർ തുംഗഭദ്രയുടെ തീരത്തെത്തി. അവിടെ ഒരു ശവം കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ദാസിയെ ആരോ തല്ലിക്കൊന്നിട്ടതായിരുന്നു അത്. സ്ത്രീകൾ വെള്ളം കൊണ്ടുവരുവാൻ പോകുന്ന വഴിയിൽ തന്നെയാണ് ശവം കിടന്നിരുന്നത്. അപ്പോൾ 2 സഹോദരികൾ കുടവുമെടുത്ത് അങ്ങോട്ട് ചെന്നു. മൂത്തവൾക്ക് ആ ശവത്തെ കണ്ട് സഹതാപം തോന്നി. അവൾ പറഞ്ഞു, പാവം, നമ്മെപ്പോലുള്ള ഒരു സ്ത്രീയെയാണ് ഇവിടെ കൊന്നിട്ടിരിക്കുന്നത്. സങ്കടം തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇളയവൾ മറുപടി പറഞ്ഞു, അക്കെ എന്തിനു സങ്കടപ്പെടുന്നു? ഇവൾക്കൊന്നും അറിഞ്ഞുകൂടാ. വെട്ടിയായതുകൊണ്ടാണ് മരിക്കേണ്ടി വന്നത്. സഹോദരികൾ ഇരുവരും വെള്ളവും കൊണ്ട് മടങ്ങിപ്പോയി. ഇളയവളുടെ സംസാരം കേട്ട് വിക്രമാദിത്യന് അത്ഭുതം തോന്നി. വെറും 17കാരി നിത്യജീവിതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളവളെ പോലെയാണ് സംസാരിച്ചത്. അവളെ ഒന്ന് പരീക്ഷിക്കണമെന്ന് നിശ്ചയിച്ച് രാജാവ് അവരുടെ പുറകെ പോവുകയും അവരെപ്പറ്റി കൂടുതൽ അറിഞ്ഞു വരികയും ചെയ്തു. പട്ടണത്തിലെ മുത്തയ്യ ചെട്ടി എന്ന ധനികനായ വ്യാപാരിയുടെ പുത്രികളായിരുന്നു അവർ. ഇളയവളുടെ പേര് രാജാമണി എന്നായിരുന്നു. 2 പേരും അവിവാഹിതകളാണ്. വിക്രമാദിത്യനും ഭട്ടിയും രത്നവ്യാപാരികളുടെ വേഷത്തിൽ മുത്തയ്യ ചെട്ടിയുടെ ഭവനത്തിലെത്തി. തങ്ങൾ വിദേശികളായ 2 വർത്തക പ്രമാണികളാണെന്നും വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണെന്നും അറിയിച്ചു. മുത്തയ്യ ചെട്ടിയാർ അവരെ ആദരവോടെ സ്വീകരിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇളയവനെന്ന് അഭിനയിച്ചിരുന്ന വിക്രമാദിത്യൻ രാജാമണിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിവരം ചെട്ടിയാരെ അറിയിച്ചു. പ്രബലനായ ഒരു ബന്ധുവിനെ കിട്ടുന്നതിൽ ചെട്ടിയാർക്ക് സന്തോഷമായിരുന്നു. ആ നഗരത്തിലെ പ്രമാണിമാരുടെ സാന്നിധ്യത്തിൽ വിവാഹം ആഡംബരമായി ആഘോഷിക്കപ്പെട്ടു. 1-2 ദിവസങ്ങൾക്കകം കുലധർമ്മമനുസരിച്ച് വധുവിനെയും കൊണ്ട് വരനും സഹോദരനും സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ചെട്ടിയാർ അവർക്ക് ധാരാളം പണം കൊടുത്തയച്ചു. രാജാമണിയും കൂട്ടരും സന്ധ്യയ്ക്ക് മറ്റൊരു നഗരത്തിൽ ചെന്നെത്തി. അവിടെ വലിയൊരു കോട്ട പൂട്ടിക്കിടപ്പുണ്ടായിരുന്നു. അത് തുറക്കാത്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഒരാൾ വിക്രമാദിത്യനോട് പറഞ്ഞു, ഈ കോട്ട പണ്ട് കാലത്ത് നാടുവാണിരുന്ന കുമ്രൻ എന്ന രാജാവ് പണിയിച്ചതാണ്. അദ്ദേഹത്തിന് സന്താനങ്ങളില്ലാതിരുന്ന ദുഃഖം മൂലം അദ്ദേഹം ജനങ്ങളെ മുഴുവൻ കോട്ടയിൽ നിന്ന് പുറത്താക്കി. വിക്രമാദിത്യനൊഴിച്ച് മറ്റാരും ഇത് തുറക്കരുതെന്ന് കൽപ്പിച്ച് കാലധർമ്മം പ്രാപിക്കുകയും ചെയ്തു. അതിനാലാണ് ഇത് പൂട്ടിക്കിടക്കുന്നത്. വിക്രമാദിത്യൻ പൂട്ടിൽ കൈവച്ചപ്പോൾ അത് തനിയെ തുറന്നു. അവർ കോട്ടയ്ക്കുള്ളിൽ കടന്നു. അതിനകത്ത് ധാരാളം ധനധാന്യ സമ്പത്തുകൾ ഉണ്ടായിരുന്നു. രാജാമണി ആഹാരം പാകം ചെയ്തു. രാത്രിയായപ്പോൾ വിക്രമാദിത്യനും ഭട്ടിയും ഓരോ കട്ടിലുകളിൽ കിടക്കുകയും മധ്യയുള്ള കട്ടിലിൽ രാജാമണിയെ കിടത്തുകയും ചെയ്തു. വിക്രമാദിത്യൻ അവളോട് സംസാരിക്കുക പോലും ചെയ്തില്ല. പ്രഭാതമായപ്പോൾ ഇരുവരും രാജാമണിയെ തനിച്ചാക്കി കോട്ടവാതിൽ പൂട്ടി പുറത്തുപോയി. സന്ധ്യയ്ക്ക് മടങ്ങി വരികയും ആഹാരം കഴിച്ച് പഴയതുപോലെ അവർ ഓരോ കട്ടിലിൽ കിടക്കുകയും ചെയ്തു. ഈ രീതിയിൽ രാജാമണിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവളുടെ സാമർഥ്യം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയാനാണ് വിക്രമാദിത്യൻ നിശ്ചയിച്ചത്. പുറമേ നിന്ന് ആരെയും അകത്തേക്ക് കടത്തിവിട്ടില്ല. വസ്ത്രങ്ങൾ അലക്കുന്നതിന് നിയമിച്ച മണ്ണാത്തിക്ക് പോലും വിക്രമാദിത്യനും ഭട്ടിയും ഉള്ളപ്പോൾ മാത്രമേ വരാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം മണ്ണാത്തിയുടെ മകൻ കോട്ടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വസ്ത്രം എടുത്തു നോക്കി. അതിന് നല്ല സുഗന്ധമുണ്ടായിരുന്നു. ഇത്രയും സുഗന്ധമുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീ അതിസുന്ദരിയായിരിക്കുമെന്നും അവളെ ഒന്ന് കാണണമെന്നും ചിന്തിച്ച് അവൻ ആദി പിടിച്ചു. അവൻ തന്റെ മനോഗതം അമ്മയെ അറിയിച്ചു. മകന്റെ ആഗ്രഹം കേട്ടപ്പോൾ അവർക്ക് ഭയമായി. കോട്ടയിലുള്ളവരെങ്ങാനും ഈ വിവരം അറിഞ്ഞാൽ
തന്നെയും മകനെയും വെറുതെ വിടുകയില്ലെന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ മകന്റെ നിർബന്ധം കലശലായപ്പോൾ മണ്ണാത്തിക്ക് നിർവാഹമില്ലാതായി. അവന്റെ നിർദ്ദേശപ്രകാരം മണ്ണാത്തി രാജാമണിയെ കാണാൻ ചെന്നു. കയ്യിൽ അലക്കിയ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ആരും സംശയിച്ചില്ല. അവൾ തക്കം നോക്കി രാജാമണിയെ സമീപിച്ച് പറഞ്ഞു, ദേവി, ഞാനൊരു കാര്യം പറഞ്ഞാൽ കോപിക്കരുത്. എനിക്കൊരു മകനുണ്ട്. അവൻ ദേവിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വിവരം പറഞ്ഞ് മറുപടി വാങ്ങാനാണ് അവൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. ദേവിയെ കണ്ടില്ലെങ്കിൽ അവൻ ആദ്യം എടുത്ത് ചത്തുപോകും. രാജാമണി പറഞ്ഞു, വായുള്ള കുഞ്ഞ് ജീവിച്ചുകൊള്ളും.